പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിലും അമ്മയുടെ മാതൃകയിലും ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തില് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപാദാനങ്ങളെയോർത്ത് അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുക്കുടുംബത്തിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെയും കൃപയുടെ ഭവനങ്ങളാക്കി മാറ്റട്ടെ. യോസപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൃപയിൽ നിറയ്ക്കട്ടെ, സംരക്ഷിക്കട്ടെ. അതിനായിട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉണ്ണീശോയെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മൾ ഇനിയുള്ള ഈ ഒക്ടോബർ മാസത്തിലെ ദിവസങ്ങളിൽ അമ്മ മാതാവ് തൻ്റെ മക്കളായ നമ്മെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അമ്മയിൽ നിന്ന് സ്വർഗം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ യോവാക്യമിന്റെയും അന്നാമ്മയുടെയും വാർദ്ധക്യത്തില് ജനിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു. 3-ാമത്തെ വയസ്സിൽ, നമുക്കറിയാം പാരമ്പര്യം അതാ നമ്മെ പഠിപ്പിക്കുന്നത്, 3-ാമത്തെ വയസ്സിൽ ഈ കൊച്ച് മേരി കുഞ്ഞിനെ ദേവാലയത്തില്, ഈ പരിശുദ്ധ അമ്മയെ ദേവാലയത്തില് യോവാക്യമും അന്നാമ്മയും കൊണ്ട് ചെന്ന് സമർപ്പിക്കണം. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ മക്കള് നമ്മുടെ സ്വന്തമല്ല, ദൈവം തന്ന ദാനമാണ്. ആ മക്കളെ ദൈവത്തിന് വേണ്ടി ദേവാലയത്തില് ദൈവികമായ കാര്യങ്ങൾക്ക്, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. ഇന്ന് അനേകം മാതാപിതാക്കള് ദൈവം തന്ന മക്കളെ ദൈവത്തിന് വേണ്ടി ദേവാലയ ബന്ധത്തില്, കുദാശ ബന്ധത്തില് അടിയുറപ്പിച്ച് സമർപ്പിച്ച് വളർത്താതെ ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിന്റെ പഠനം, അതിനുവേണ്ടി ട്യൂഷൻ, അതിനുവേണ്ടി എൻട്രൻസ്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് ഈ മക്കളെ ലോകാരൂപിക്ക് അനുരൂപരാക്കി വളർത്തുന്നു. ഇത് വലിയൊരു തെറ്റാണ്. അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ദൈവദാനമാണ് മക്കള്. ഇനി അവിടെ സമർപ്പിക്കപ്പെടുമ്പോൾ 3 വയസ്സുള്ളൂ ഈ മേരിക്കുഞ്ഞിന്, നമ്മുടെ അമ്മയ്ക്ക്. ആ സമയത്ത് അമ്മായിയുടെ സമർപ്പണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദേവാലയത്തില് 7 സ്റ്റെപ്പുകളുണ്ട്. താഴെ വന്ന് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 7 സ്റ്റെപ്പ് കയറിയിട്ടാണ് ഉള്ളിലേക്ക് പോണത്. ഈ താഴെ വെച്ച് യോവാക്യമും അന്നാമ്മയും ഈ കുഞ്ഞിനെ പുരോഹിതന്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ്, അവിടെയുള്ള സ്ത്രീകളുണ്ട്, ആ സ്ത്രീകള് ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരാനും ജീവിക്കാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോണ സമയത്ത് ഈ മേരി എന്ന് പറയുന്ന നമ്മുടെ ഈ അമ്മ കുഞ്ഞ് തിരിഞ്ഞു പോലും നോക്കാതെ യോവാക്യമിനെയും അന്നാമ്മയും തിരിഞ്ഞു പോലും നോക്കാതെ എന്ന വണ്ണം കയറിപ്പോയി എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞിനെ അതുപോലെ ആ അപ്പനും അമ്മയും നീ ദൈവത്തിന്റെ കുഞ്ഞ, ദേവാലയത്തിൽ വളരേണ്ട കുഞ്ഞ എന്ന് ഈ 3 വയസ്സോട് ഓർക്കണം. ഈ സമയത്തിനുള്ളിൽ പഠിപ്പിച്ചിരുന്നു.
അതുകൊണ്ട് അമ്മയോടും അപ്പനോടും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാ, ദേവാലയത്തിൽ വളരേണ്ട കൊച്ചാ എന്ന് പറഞ്ഞുകൊണ്ടെന്ന പോലെ ഇനി പിന്നോട് തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ട് പോകാതെ സന്തോഷത്തോടെ കയറിപ്പോകുന്ന കുഞ്ഞ്. നമ്മുടെ മക്കളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കണം. അങ്ങനെയുള്ള ട്രെയിനിങ്, അങ്ങനെയുള്ളൊരു വലിയൊരു കാര്യം മക്കൾക്ക് പറഞ്ഞ് ചെവിട്ടോർമ്മ പോലെ ജനിക്കുമ്പോൾ തുടങ്ങി പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഈ ഒരു അവസ്ഥയില്ലാത്തത് കൊണ്ട് ഞാൻ ഓർക്കാണ്, നമ്മുടെ മക്കള് വളരും തോറും ദേവാലയ ബന്ധത്തില്, ഈശോ ബന്ധത്തില് ആഴപ്പെട്ട് വളരേണ്ടതിന് പകരം അകന്ന് പോകാനുള്ള കാരണം, കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞ് ചെവിട്ടോർമ്മ പോലെ ഉറപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവബന്ധത്തിൽ ജീവിക്കേണ്ട കുഞ്ഞാണ്, അത് നമുക്ക് ദേവാലയം വേണം, പ്രാർത്ഥന വേണം, ദൈവത്തോട് കൂടിയിരിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് വളർത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ നീ ദൈവത്തിന്റെ കുഞ്ഞാ, പലനെ കുറിച്ച് ആകുലത ഉത്കണ്ഠയാണ്. ഞാൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ കുഞ്ഞാ, ദൈവത്തിന്റെ അവകാശമാണ്, ഇത് നീ അറിയണം. മാത്രമല്ല, നിന്റെ ദൈവത്തിന് നിന്നെ സ്വന്തമായിട്ട് അവകാശമായിട്ട് നിന്റെ ശരീരത്തെ, ആത്മാവിനെ, ജീവിതത്തെ, ചിന്തകളെ, വികാരങ്ങളെ, സ്വപ്നങ്ങളെ, ഇഷ്ടങ്ങളെ, ആസക്തികളെ ദൈവത്തിന് കിട്ടണം. അതാ മാതാവ് പിന്നീട് പറയണേ, ഇതാ കർത്താവിന്റെ ദാസി. എന്റെ മക്കളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കൾ വളരണം, നമ്മുടെ മക്കളെ വളർത്തണം. നമ്മൾ ഇന്ന് ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ മാതാവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കാൻ, ഇത് മക്കൾ മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ അവകാശമാണ്, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിൽ വളരേണ്ട മക്കളാ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ചിന്തകളെ ദൈവത്തിന് പൂർണ്ണമായിട്ട് കിട്ടണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവത്തിന് അവകാശമുണ്ട് മക്കളെ. നമ്മളിന്ന് നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട്, നിരാശപ്പെട്ട്, അതിന്റെ പേരിൽ മാനസികമായി തകർന്ന് തരിപ്പണമായി എല്ലാം ഒച്ചപ്പെട്ട് ബഹളം വെച്ച് ദേഷ്യപ്പെട്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും മക്കൾ കഴിഞ്ഞ ധ്യാനത്തിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച മക്കൾ, എന്തിന്റെ പേരിൽ? കുറ്റപ്പെടുത്താല്ല മക്കളെ, ഇതിന്റെയൊക്കെ പേരിൽ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. സങ്കീർത്തനം 46:10 കർത്താവ് പറയാണ്, നീ ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണ്, നീ എന്റെ മോന, നീ എന്റെ മോള, നീ എന്റെ അവകാശമാണ്, എന്റെ സ്വന്തം, എന്നോട് ചേർന്ന് നിൽക്ക്, എന്നിൽ വസിക്ക്, എന്റെ ആലയത്തിൽ വസിക്ക്, എന്റെ കൂടെ വസിക്ക്, എന്റെ ഉള്ളിൽ വസിക്ക്. ദൈവത്തിന്റെ ആലയത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സംലഭ്യമല്ലേ മക്കളെ? അതിൽ വളർന്നാൽ ദൈവം നോക്കും, ദൈവം പരിപാലിക്കും, ദൈവം സംരക്ഷിക്കും. അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരു പാഠമായിട്ട് ഈ ഒരു പാഠത്തെടുക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിനെ പോലെ ദൈവബന്ധത്തില്, ദൈവാലയ ബന്ധത്തില് എന്നുമായിരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെയും യോവാക്യമും അന്നാമയും പരിശുദ്ധ അമ്മയെ ആ കുഞ്ഞിനെ സമർപ്പിച്ച പോലെ നമുക്കും നമ്മുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ, ദേവാലയത്തിൽ, ദേവാലയ ബന്ധത്തിൽ നമ്മുടെ മക്കൾ വളരും, സുരക്ഷിതരാണ്, അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം മക്കളെ, ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയിലാണ് വസിക്കാൻ സാധിക്കുക, അങ്ങയിലാണ് ഞങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഞങ്ങൾ അങ്ങയിലായിരിക്കണം. കാരണം മറ്റൊന്നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയുടേതാണ്. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ ജീവിതങ്ങള് അങ്ങയുടേതാണ്. അതുകൊണ്ട് തന്നെ അങ്ങയിൽ വസിക്കുവാൻ അങ്ങ് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്വന്തമായിട്ട് ലഭിക്കാനുള്ള അവകാശം അങ്ങേക്കേ ഉള്ളൂ കർത്താവേ. അതറിഞ്ഞുകൊണ്ട് യോവാക്യമും അന്നാമയും പരിശുദ്ധ അമ്മയാകുന്ന കുഞ്ഞിനെ 3-ാമത്തെ വയസ്സില് ദേവാലയത്തിൽ സമർപ്പിച്ച പോലെ ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ ജീവിതങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും
ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ഈ ആരാധനയിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ വളർത്താത്തതിനെയോർത്ത്, ദേവാലയ ബന്ധത്തിൽ ഉറപ്പിക്കാത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈശോ ഇന്ന് ഇതാ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മേഖലകളുണ്ട്. ഞങ്ങളുടെ പല മക്കളും ഇന്ന് നിരാശയിലാണ്, ഡിപ്രഷനിലാണ്, ആത്മഹത്യാ ചിന്തയിലാണ്. ഈശോയെ, അങ്ങയുടെ സ്വന്തമായിട്ട് മാറിയാൽ, അങ്ങയുടെ അവകാശമായി തീർന്നാൽ പിന്നെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈശോയെ, അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ പരിശുദ്ധ അമ്മയെ പോലെ 3-ാമത്തെ വയസ്സ് മുതൽ ദേവാലയത്തില് അങ്ങയെ ആരാധിച്ച്, അങ്ങയെ സ്തുതിച്ച്, അങ്ങയോട് കൂടെ ആയിരുന്ന പോലെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ, ദേവാലയ ബന്ധത്തിൽ വളരട്ടെ, കൂദാശയിൽ വളരട്ടെ. അങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി ദിവ്യകാല സന്നദ്ധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളുടെ നിസ്സഹായാവസ്ഥകൾ, പറ്റായ്മകൾ, അവർക്ക് ആ പരിശീലനം കിട്ടാതെ പോയതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഡിപ്രഷൻ ആവുന്നു, ഭയപ്പെടുന്നു, നിരാശപ്പെടുന്നു, ജീവിക്കണ്ട എന്ന് പോലും തോന്നുന്ന വിധത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തെറ്റാണത്. ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ വളർത്താൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, അങ്ങയിൽ ആഴപ്പെടുത്താൻ ഞങ്ങൾ തോറ്റുപോയി. ഈശോയെ, ഞങ്ങൾ മാപ്പ് ചോദിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഈശോയെ ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമെന്നേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ചിലതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇതാ തിരിച്ചറിവോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ അങ്ങയുടെ കരങ്ങൾ നീട്ടി അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്നേഹം, സമാധാനം, സന്തോഷം, സൗഹൃദം, വിജയം, സൗഖ്യം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കള് അങ്ങയിൽ മാത്രം വളരട്ടെ. പ്രാർത്ഥിക്കും മക്കളെ. ആശീർവാദത്തിനായിട്ട് ഇതിനെല്ലാം വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുമായി ആഴബന്ധത്തിൽ വീണ്ടും ഉറപ്പിക്കണമേ. അവരെ അങ്ങയിൽ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് അങ്ങ് തന്നെ പിടിക്കണമേ. കർത്താവെ, പറ്റായ്മകളുണ്ട് കർത്താവെ, അതിനുള്ള അനുഭവക്കുറവും പരിചയക്കുറവുമുണ്ട്, ബന്ധക്കുറവുണ്ട്. അങ്ങ് തന്നെ ചേർത്ത് പിടിച്ച് പുനഃസ്ഥാപിക്കണം. അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ചേർത്ത് പിടിക്കണമേ.